തിരുവനന്തപുരം കോർപ്പറേഷൻ എങ്ങനെയാണ് BJPയുടെ കയ്യിലേക്ക് പോയത് എന്നുള്ളത് ഒന്നാമത്തെ വിഷയം. ഒന്ന്. രണ്ടാമത്തെ വിഷയം, തിരുവനന്തപുരത്ത് കഴിഞ്ഞ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ 5 സീറ്റാണ് തിരുവനന്തപുരത്ത് UDFന് BJPക്ക് കൊടുക്കാൻ ഇയാൾ വാഗ്ദാനം ചെയ്തത് എന്ന് പറയുന്ന ഒരു വലിയ വിഷയം തിരുവനന്തപുരത്ത് എയറിലുണ്ട്. തിരുവനന്തപുരം ജില്ലയിൽ 5 സീറ്റ്, കാസർഗോഡ് ജില്ലയിൽ 3 സീറ്റ്, അങ്ങനെ 5ഉം 3ഉം 8 സീറ്റാണ് ഇയാള് ഈ കഴിഞ്ഞ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ BJPയുമായി ധാരണയുണ്ടാക്കാൻ ശ്രമിച്ചു എന്ന് പറയുന്ന ഒരു വലിയ വിഷയം എയറിൽ അന്തരീക്ഷത്തിൽ രാഷ്ട്രീയക്കാരുടെ വളരെ ഗൗരവതരമായി കിടക്കുന്ന ഒരു വിഷയമാണിത്. ഇതിനെ സ്ഥിരീകരിക്കുന്ന ഒരു വിഷയം കിടക്കുന്ന എവിടെയാന്ന് പറഞ്ഞാൽ തിരുവനന്തപുരം ജില്ലയിലെ ഏറ്റവും പ്രധാനപ്പെട്ടിരിക്കുന്ന ഒരു സീറ്റായിരുന്നു ഒരു കടക്കൂട്ടം സീറ്റ്. മുൻ ദേവസ്വം വകുപ്പ് മന്ത്രിയും കൂടിയായിരിക്കുന്ന കടകംപള്ളി സുരേന്ദ്രൻ മത്സരിച്ച മണ്ഡലം. ഈ മണ്ഡലത്തിൽ 17,000 വോട്ടാണ് LDFിൽ നിന്ന് എടുത്തേക്ക് പോയത്, BJPയിലേക്ക് പോയത്. 17,000 വോട്ട് ഈ സാധനം പോകുന്നത്. ഇതെങ്ങനെ പോയി? ഒന്നാമത്തെ വിഷയമാണ്. അയാൾ ഉദ്ദേശിച്ച പദ്ധതി നടപ്പിലായില്ല, അത് വേറെ വിഷയം. രണ്ടാമത് വരുന്ന ഒരു വിഷയം വരുന്ന എവിടെയാണെന്ന് പറഞ്ഞാല് തിരുവനന്തപുരം ജില്ല, കൊല്ലം ജില്ല, തിരുവനന്തപുരത്തിന്റെയും കൊല്ലത്തിന്റെയും ബോർഡറായിട്ട് വരുന്ന ചാത്തന്നൂര് 11,000 വോട്ടാണ് അവിടെ എന്ത് വരുന്നതെന്ന് പറഞ്ഞാൽ LDFന്റെ വോട്ട് പോകുന്നു. അവിടെയാണ് BJPയുടെ സ്ഥാനാർത്ഥി ജയിക്കുന്നത്. ഇത് ഒന്നാമത്തെ വിഷയം ഇത് ഞാൻ പറയുന്നത്. രണ്ടാമത്തെ വിഷയം വരുന്ന എവിടെയാണെന്ന് പറഞ്ഞാൽ കാസർഗോഡ് വരുന്ന 3 സീറ്റാണ് അയാൾ പറഞ്ഞത്. അവിടെ നിന്ന് വരിക എന്ന് പറഞ്ഞാൽ ഇതുവരെ ഇല്ലാത്ത റെക്കോർഡ് ഭൂരിപക്ഷത്തിനാണ് ആര് ജയിക്കുന്നത്? അഷ്റഫാണ് മഞ്ചേശ്വരത്ത് ജയിക്കുന്നത്. അതുപോലെ കാസർഗോഡ് ജയിക്കുന്നു, ഉദുമ തോൽക്കുന്നു, തൃക്കരിപ്പൂര് സന്ദീപ് വാര്യർ ജയിക്കുന്നു. ഇത് വരാനുണ്ടായ കാരണം എന്താണ്? ഇയാൾ നടത്തിയിരിക്കുന്ന ഈ ഏർപ്പാട്, അതായത് BJPയുമായി ധാരണയുണ്ടാക്കാൻ ശ്രമിക്കുന്നു എന്ന് പറയുന്ന അന്നേരം ഉണ്ടായിരിക്കുന്ന ഒരു ധാരണയുണ്ട് എന്ന് പറയുന്ന പരാമർശങ്ങൾ വളരെ ഗൗരവതരമായി 2 ജില്ലയിലെ പാർട്ടിക്കാരായിരിക്കുന്ന ആളുകളിൽ കേന്ദ്രീകരിക്കപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഈ കേന്ദ്രീകരിക്കപ്പെട്ടതിന്റെ ഭാഗമായി ഇടതുപക്ഷത്തുള്ള ആളുകൾ നിർദ്ദയമായി കോൺഗ്രസ് പാർട്ടിക്ക് വോട്ട് ചെയ്തതിന്റെ ഫലമായാണ് കാസർഗോഡ് ജില്ലയിലെ 4 സീറ്റ് ഒറ്റയടിക്ക് അടിച്ചുപോയത്. കാഞ്ഞങ്ങാട് LDFന്റെ സ്ഥാനാർത്ഥിയാണ് സീറ്റ് നിലനിർത്തിയത്. ശരിക്കും എങ്ങനെയാണെന്ന് പറഞ്ഞാൽ അത് CPIയുടെ സ്ഥാനാർത്ഥിയായിരിക്കുന്ന ആൾ മത്സരിച്ചത് കൊണ്ട് മാത്രമാണ്. ഇല്ലെങ്കിൽ അതും പോകും. ഇതാണ് വാസ്തവം. അപ്പൊ ഇതാണ് വാസ്തവത്തിൽ എന്ത് ചെയ്യുന്നത്? ഇത് CPI വളരെ സീരിയസ് ആയി CPI പരിഗണിച്ച ഒരു വിഷയമാണ്. കാരണം പ്രത്യേകിച്ച് ഇതിനകത്ത് ഇവിടെയുണ്ട് ഈ PM-ശ്രീ വിഷയത്തിനകത്ത് CPI എടുത്തിരിക്കുന്ന ഒരു വലിയ പൊളിറ്റിക്കൽ സ്റ്റാൻഡ് ഉണ്ട്. PM-ശ്രീ വിഷയത്തിനകത്ത് അത് നടപ്പിലാക്കാൻ പാടില്ല എന്ന് പറയുന്ന സ്റ്റാൻഡ്. അത് മാത്രമല്ല, ക്യാബിനറ്റ് അറിയാതെ ഇയാൾ എന്ത് ചെയ്തു, ഈ സാധനം ഒപ്പിട്ടു എന്ന് പറയുന്ന ഒരു വിഷയത്തിന്റെ മേലെ CPI അപമാനിച്ചൊരു വിഷയമുണ്ട്. ഇത്തരം രാഷ്ട്രീയ വിഷയത്തിന്റെ ഫലമായി അവരെന്ത് ചെയ്യാണ്, ഞങ്ങൾക്ക് ഈ പ്രതിപക്ഷ ഉപനേതാവിന്റെ പദവി വേണമെന്ന് അവർ ശാഠ്യം പിടിക്കുന്നതിന്റെ വിഷയം അറിയാതെയല്ല, അറിഞ്ഞുകൊണ്ട് തന്നെ ഇയാള് നാളെ എന്ത് ചെയ്യാണ്? നാളെ നമ്മൾ അറിയാതെ ഇയാൾ BJPയുമായി ധാരണ ഉണ്ടാക്കി കഴിഞ്ഞാൽ ഇതിന്റെ പാവഭാരം ആര് ഏറ്റെടുക്കണം? ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അത് ഏറ്റെടുക്കാൻ തയ്യാറല്ല എന്ന പരോക്ഷ സൂചനയാണ് അവർ പരസ്യമായി പ്രഖ്യാപിച്ചതെന്നാണ് എന്റെ വ്യക്തിപരമായ അഭിപ്രായം. ഇത് CPIന്റെ അഭിപ്രായം ഒന്നുമില്ല, ഞാൻ പറയുന്നത് എന്റെ റീഡിംഗ് ആണ് ഞാൻ പറഞ്ഞത്. തീർച്ചയായിട്ടും സാർ, ഈ റീഡിങ്ങിനകത്ത് അവർ പ്രധാനമായി ഫോക്കസ് ചെയ്യുന്ന പറയാതെ അവർ പറയുന്നത് പ്രതിപക്ഷ നേതൃപദവിയിൽ നിന്ന് ആര് മാറണം? വിജയൻ മാറണമെന്ന് തന്നെയാണ്. ഇതും ആര് CPI നേരിട്ട് പറഞ്ഞിട്ടില്ല. പക്ഷെ പരോക്ഷമായി അവരുടെ ഡിമാൻഡ് എന്താണെന്ന് പറഞ്ഞാൽ വിജയൻ മാറുന്ന, ബിക്കോസ് അയാൾ ഇന്നഫിഷ്യന്റ് ആണ്. 1. 2, അയാൾക്ക് എന്താണ് സംഭവിക്കുന്നത് അറിയില്ല. 2, അതിനേക്കാൾ എല്ലാം ഉപരിയായി സെൻട്രൽ ഗവൺമെന്റിനെതിരായും BJPക്കുമെതിരായും ഷാർപ്പായിരിക്കുന്ന പൊളിറ്റിക്കൽ സ്റ്റാൻഡ് സഭക്കകത്തെടുത്ത് സംസാരിക്കാൻ അയാൾക്ക് കഴിയില്ല. കാരണം കഴിഞ്ഞ 10 വർഷക്കാലമായി അയാൾ നിയമസഭയ്ക്ക് എടുത്തിരിക്കുന്ന സ്റ്റാൻഡുകൾ എന്ന് പറയുന്നത്, ഭരണരംഗത്ത് അയാൾ എടുത്തിരിക്കുന്ന സ്റ്റാൻഡ് അത് പ്രോ RSS, പ്രോ BJP അല്ലെങ്കിൽ പ്രോ സെന്റർ ആണ്. ഈ ഒരു സംഭവത്തിന്റെ മേലെ നിന്നുകൊണ്ടാണ് VD സതീശൻ എന്ന് പറയുന്ന ഈ കേരളത്തിലെ മുഖ്യമന്ത്രി അയാൾ അതിശക്തമായി ആക്രമിക്കുമ്പോൾ ഒരു പ്രതിരോധ നിര പോലുമില്ലാതെ, ഗോൾ പോസ്റ്റിൽ ആളില്ലാത്ത ശൂന്യമായി പോയി ഇത് കേട്ടിരിക്കേണ്ടി വരുന്ന നിസ്സഹായ അവസ്ഥ ഈ പ്രതിപക്ഷത്തിന് ഉണ്ടാക്കി കൊടുത്തത് വിജയനാണ് എന്നാണ് CPIയുടെ പക്ഷം. ഇതാണ് പക്ഷം. തീർച്ചയായിട്ടും ഈ ഒരു അവസ്ഥയിൽ പ്രതിപക്ഷ നേതൃപദവി ഇയാൾ മാറേണ്ടതുണ്ട് എന്ന് പറയാതെ പറയുകയാണ് ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി. അങ്ങനെ വന്നാൽ ഇയാൾ പോയേ പറ്റൂ. അതായത് പോകുന്നുണ്ട്. ഇതിനകത്തേക്കാൾ ഉപരിയായി വരുന്ന വേറൊരു സാധനം, മർമറിംഗ് ക്യാമ്പയിൻ നടക്കുന്ന ഒരു സാധനം എന്താന്ന് പറഞ്ഞാല്, ഡൽഹിയിൽ ഇപ്പൊ കഴിഞ്ഞിരിക്കുന്ന ഒരു സെൻട്രൽ കമ്മിറ്റി പോളിംഗ് ബ്യൂറോ 2 സംഭവം നടന്നല്ലോ, 4 ദിവസം. അതിൽ CJPയിലേക്കാൾ പ്രധാനമായിട്ട് വരുന്ന വിഷയം, അതിനേക്കാൾ മുമ്പിൽ പറയേണ്ട സാധനം എന്താ പറഞ്ഞാല്,
75 വയസ്സ് കഴിഞ്ഞിരിക്കുന്ന ആളുകൾ പാർട്ടിയിൽ ഇന്ന് തുടരേണ്ട ആവശ്യം ഉന്നതമായ പദവിയിൽ ഇരിക്കേണ്ടതില്ല എന്ന് സെൻട്രൽ കമ്മിറ്റി പ്രപ്പോസൽ വന്നു. ഈ 75 വയസ്സിൽ ഇപ്പൊ കഴിഞ്ഞിരിക്കുന്ന ആളുകൾ ഒഴിവാകണം എന്ന് പറയുന്ന സാധനം ബംഗാളിൽ നിന്നാണ് ഏറ്റവും കൂടുതലായിട്ട് വന്നത്. അത് വന്നപ്പോ എന്തായി, സെൻട്രൽ കമ്മിറ്റിയുടെ പൊതുവികാരമായിട്ട് അത് മാറി. ഇത് പൊതുവികാരമായി മാറിക്കഴിഞ്ഞാൽ ഇത് കേരള പാർട്ടിയിൽ ആരെയാണ് സ്വാധീനിക്കുക? ഏറ്റവും പ്രധാനമായി സ്വാധീനിക്കുന്ന ആരെയാണ്? വിജയനെയാണ്. വിജയൻ ഇപ്പോൾ പ്രതിപക്ഷ നേതാവായിട്ടാണ് ഇരിക്കുന്നത്, പോളിറ്റ് ബ്യൂറോയിൽ ഇരിക്കുന്നു, സെൻട്രൽ കമ്മിറ്റി ഇരിക്കുന്നു. എന്തിന്റെ മേലെയാണ്? ഒരു എക്സ്റ്റൻഷന്റെ മേലെ ഇരിക്കുന്നതാണ് അയാൾ, മറ്റു വേറൊന്നുമല്ലല്ലോ. അന്ന് ഇയാൾ ഇരുത്താൻ കൊല്ലം സമ്മേളനത്തിനും പഞ്ഞീര് വന്നിരിക്കുന്ന പാർട്ടി സമ്മേളനത്തിനകത്തും ഇയാൾ ഇരുത്താൻ പ്രേരിപ്പിക്കുന്ന ഘടകം പാർട്ടിക്ക് ഇയാൾ കൊണ്ട് ഗുണമുണ്ടാകുമെന്നുള്ള പ്രതീക്ഷ ഇയാൾ നൽകിയത് കൊണ്ടാണ്. പക്ഷേ ഇലക്ഷൻ കഴിഞ്ഞപ്പോ എന്തായി? ഉള്ള സാധനം പോവുകയാണ് ചെയ്തത്. മാത്രമല്ല മലബാർ മേഖലയിൽ 5 സീറ്റാണ് പോയത്. ഇത് കണ്ണൂർ ജില്ലയിലടക്കം സാധനം പോയി. തളിപ്പറമ്പ് പോയി, പയ്യന്നൂർ പോയി, കണ്ണൂർ തിരിച്ചു പിടിച്ചു. ബാക്കിയുള്ള സ്ഥലത്ത് കൂത്തുറമ്പൽ എങ്ങനെയോ ഓരോ എന്താ പറയാ ലക്കിന് രക്ഷപ്പെട്ടു പോയിരിക്കുന്ന ഒരവസ്ഥയിലാണ് കൂത്തുറമ്പിൽ ജനതാദളിന്റെ KP മോഹന്റെ ഏട്ടന്റെ മകൻ പ്രവീൺ കുമാർ അവിടുന്ന് ജയിക്കുന്നത്. അതുപോലെ തന്നെ ഇയാള് കൂത്തുപറമ്പ് ധർമ്മട നിയോജക മണ്ഡലത്തിൽ ഇയാൾ തടിയൂരിയത് SDP-യുടെ വോട്ടിന്റെ പിൻബലത്തിൽ മാത്രമാണ് ഇയാൾ ഇവിടുന്ന് ജയിച്ചത്. അല്ലെങ്കിൽ ഇയാൾ ഇവിടെ ഈ ധർമ്മടത്തും ഇയാൾ തോൽക്കും. തലശ്ശേരിയിൽ കാരായി രാജൻ എന്ന് പറഞ്ഞ ആൾ MLA ആയിട്ട് ഇടതുപക്ഷത്തിന്റെ സ്ഥാനാർത്ഥിയായി വെക്കുന്നത് അവിടെ ഒന്ന് SDP-യുടെ വോട്ടാണ്. 1448 വോട്ട്, 1444 വോട്ടാണ് SDP-യുടെ സ്ഥാനാർത്ഥിക്ക്, ഔദ്യോഗിക സ്ഥാനാർത്ഥിക്ക് തലശ്ശേരിയിൽ കിട്ടിയത്. അവരെ 10-14,000 വോട്ട് എവിടെ പോയി? ഒരാൾക്കും അറിയില്ല. അതിനേക്കാൾ പ്രധാനം എന്താന്ന് പറഞ്ഞാൽ അവിടെ മത്സരിച്ച BJP സ്ഥാനാർത്ഥിയുടെ ഒരൊറ്റ ആൾക്ക് അയാളെ അറിയില്ല. BJP-യുടെ സ്ഥാനാർത്ഥി ആർക്കും അറിയില്ല അയാളെ. യഥാർത്ഥത്തിലാണ് BJP-യുടെ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കേണ്ടിയിരുന്നത് BJP-യുടെ കണ്ണൂർ ജില്ലാ സെക്രട്ടറിയായി വർക്ക് ചെയ്തിട്ടയക്കുന്ന ഒരു മിസ്റ്റർ N ഹരിദാസ് എന്ന് പറയുന്ന സ്ഥാനാർത്ഥി, അദ്ദേഹമായിരുന്നു അവിടെ മത്സരിക്കേണ്ടിയിരുന്നത്. അദ്ദേഹമാണ് അവിടെ മത്സരിച്ചിരുന്നെങ്കിൽ 100% കട്ടായം ആര് നോക്കുന്ന രാജൻ തോക്കുവാണ്, തോൽക്കും. അപ്പൊ ആ വോട്ടിനകത്ത് നിന്ന് പോലും ഇടത്തേക്ക് വന്നു, രാജന് വോട്ട് കിട്ടുകയാണ് ചെയ്തത്. അപ്പൊ അങ്ങനെ വന്നിരിക്കുന്ന വോട്ടിന്റെ മേലെയാണ് രാജൻ എന്ത് ചെയ്തത്? രാജന് 19,000 അതായത് 14,000 വോട്ട് SDP-യുടെ വോട്ടും BJP-ക്കകത്ത് കിട്ടിയിരിക്കുന്ന വോട്ടും പിന്നെ ഇങ്ങനെ കിട്ടിയിരിക്കുന്ന വോട്ടിന്റെ മേലെയാണ് മൂപ്പരാൾ. അപ്പൊ ഇതെല്ലാം കാണിക്കുന്ന സംഭവം എന്താണെന്ന് പറഞ്ഞാല് പാർട്ടിയെ നയിക്കാൻ ഞാൻ പ്രാപ്തനാണ് എന്ന് പറഞ്ഞിരിക്കുന്ന അഹങ്കാരത്തിന്റെ മേലെ കൊയിലൂത്ത് നടത്തിയിരിക്കുന്ന ആളുകൾ ശിബിൾബന്ദികൾ നടത്തിയിരിക്കുന്ന പ്രചരണങ്ങൾ അസ്ഥാനത്തായിരുന്നു എന്ന് തെരഞ്ഞെടുപ്പ് ഫലം തെളിയിച്ചു. ഈ തെളിയിച്ച പശ്ചാത്തലത്തിലും കൂടിയാണ് അപ്പുറത്ത് വരുന്നത് ഇയാൾ മാറണമെന്ന് പറയുന്ന ഒരു അവസ്ഥ ഉണ്ടാവുന്നു. അപ്പൊ ആ അവസ്ഥ ഇതിന്റെ പ്രത്യക്ഷമായ റിഫ്ലക്ഷൻ ആയിരുന്നു യഥാർത്ഥത്തിൽ അന്ന് കേരള ഹൗസിൽ നിന്ന് ഇയാള് പത്രക്കാരോട് ചൂടായില്ലേ? ഡോറിന്റെ വാതിലടക്കുന്നതിന് മുമ്പിലായിട്ട് വാതിലടക്കാൻ സമ്മതിക്കുന്ന ഇയാൾ ക്ഷുഭിതനാവുന്നില്ലേ? ഈ ക്ഷുഭിതനാവുന്നില്ല തന്നെ ഈ ഒരു പശ്ചാത്തലത്തിലും കൂടിയാണ്. അതായത് ഇയാളെ മാറണമെന്നുള്ളതാണ്. എന്തായാലും വരുന്ന സെപ്റ്റംബറിലോ ഓഗസ്റ്റിലോ നടക്കുന്ന ഇവരുടെ വിശാല സ്റ്റേറ്റ് കമ്മിറ്റി ഉണ്ട്. ആ സ്റ്റേറ്റ് കമ്മിറ്റിയോടുകൂടി CPIM എന്നൊരു പാർട്ടിയുടെ രാഷ്ട്രീയവും സംഘടനാപരവുമായി വായിക്കുന്ന മുഴുവൻ ഊർജ്ജവും അസ്തമിക്കും. ഇത് അസ്തമിക്കുന്നു പറയുന്നത് വേറെ ഒന്നും കൊണ്ടല്ല. കാരണം എന്താ വെച്ചാൽ പാർട്ടിക്ക് പ്രത്യയശാസ്ത്രപരമായ അടിത്തറ തകർന്നാൽ പിന്നെ അതിന് സംഘടനാപരമായി നിൽക്കുക മാർക്സിയൻ പൊളിറ്റിക്സ് പ്രകാരം ഫിലോസഫി സാധ്യമല്ല. അടിവരിട്ട് പറയാണ് സാധ്യമല്ല. ഈ പ്രത്യയശാസ്ത്രപരമായിരിക്കുന്ന വ്യക്തത കൈമോശം വരികയും ഇതെന്താണ് ചെയ്യേണ്ടതിനെ കുറിച്ച് വ്യക്തത ഇല്ലാതെ പ്രോ RSS അല്ലെങ്കിൽ പ്രോ BJP സ്റ്റാൻഡ് എടുക്കുകയും ആന്റി കോൺഗ്രസ് നിലപാട് എന്ന് പറയാവുന്ന അർത്ഥത്തിൽ ഇപ്പോഴത്തെ ഫാസിസ്റ്റ് വിരുദ്ധ നിലപാടിന് എതിരായി വരുന്ന ദിശയിലേക്ക് CPM-നെ ചലിപ്പിക്കാൻ ഇയാൾ ശ്രമിക്കുകയും ചെയ്തതോടെ അതിന്റെ പ്രത്യയശാസ്ത്രപരമായ അടിത്തറയാണ് വിജയൻ പൊളിച്ചു കളഞ്ഞത്. അത് പൊളിച്ചതോടുകൂടി എന്തായെന്ന് പറഞ്ഞാൽ അതിന് പിന്നെ സംഘടനാപരമായിട്ട് നിൽക്കാൻ കഴിയില്ല. ഈ നിൽക്കാൻ കഴിയാത്ത പ്രതിസന്ധിയും കാരണം എന്താവെന്ന് പറഞ്ഞാൽ ഇയാള് ഈ പ്രതിപക്ഷ നേതൃപദവി എന്ന് പറയുന്നത് ഇയാൾക്ക് അത്ര സേഫ് ആയി നിൽക്കുന്ന ഒരു സാധനമല്ല. ഇതാണ് എന്റെ ഒന്നാമത്തെ പോയിന്റ്. തീർച്ചയായിട്ടും സാർ. ഇതിന്റെ ബലത്തിൽ ഇതിന്റെ സംഭവത്തിന് മേലെ അപ്പുറത്ത് വരിക എന്ന് പറഞ്ഞാൽ ED-യുടെ ഒരു അന്വേഷണം വരുന്നത് ഒരു സാധനം വന്നു. ഇപ്പോ നിങ്ങൾ വന്നിരിക്കുന്ന നിങ്ങൾ കണ്ട വീടല്ലേ അത്? അപ്പൊ ആ വീട് അതിന്റെ പരിസരം അവിടെ ഉണ്ടാക്കുന്ന ഇതിനെ കുറിച്ചെല്ലാം ഉണ്ടാക്കുന്ന വ്യക്തത ED-ക്ക് കണക്കെടുത്തുവെന്നും ആ കണക്കെടുത്തിട്ട് ED പെൺകുട്ടിയുടെ മേലെ അതായത് ഇദ്ദേഹത്തിന്റെ മകളുടെ മേലെ കേസ് രജിസ്റ്റർ ചെയ്ത അവസ്ഥ ഉണ്ടാവുകയാണെങ്കിൽ ഓട്ടോമാറ്റിക്കലി ഇയാൾ സ്റ്റെപ്പ് ഡൗൺ ചെയ്യാൻ നിർബന്ധിക്കപ്പെടും. അങ്ങനെ നിർബന്ധിക്കപ്പെടുന്ന അവസ്ഥ ഉണ്ടായാൽ പിന്നെന്ത് എന്നുള്ളത് രണ്ടാമത്തെ ചോദ്യമാണ്. അതിനു പുറമെ ഈ പറയുന്ന സ്വപ്ന സുരേഷിന്റെ ഗൗരവമേറിയിരിക്കുന്ന കേസും കൂടി വരികയാണ് എങ്കിൽ സംഗതി എന്താവും? സംഗതി അയാൾക്ക് അപമാനിതനായി പോവുക മാത്രമാണ് അയാളുടെ മുമ്പിൽ. അത് കാലം കരുതി വെച്ചിരിക്കുന്ന ഗംഭീരമായ ഒരു വിധിന്യായമാണത്.
വിധിന്യായം. തീർച്ചയായിട്ടും. അത് കാലം കരുതി വെച്ചൊരു സാധനമാണ്. കാരണം എത്രയോ ആളുകൾ അത് ഉജ്ജ്വലരായ ഇയാളുടെ അച്ഛന്റെ ഒക്കെ പ്രായമുള്ള ആളുകളെ മുഴുവൻ തന്നെ ഇയാളെ മൈൻഡ് ചെയ്തില്ല എന്ന ഒറ്റ വിഷയത്തിനെ വരെ ഈ പാർട്ടി നടപടിയെടുത്ത് പുറത്താക്കിയ ഒരാളാണ് ഇയാൾ. ഉഗ്രശാസനത്തിന്റെ മേലെ. അപ്പൊ അങ്ങനെയുള്ള ആളുകൾ മുഴുവൻ എന്താണെന്നറിയോ സംഗതി പറയും. ഇപ്പൊ അതുവരെ ഉണ്ടായിരുന്ന സാധനം എന്താ വെച്ചാൽ അധികാരി ദേവോഭവ എന്ന് പറയുന്ന സാധനത്തിലേക്ക് മാറുകയാണ് സാധനം, അല്ലെ? അധികാരി ദേവോഭവ ഈ പറയുന്ന അവസ്ഥയിലേക്കാണ് മാറിയത്. ഈ അധികാരി ദേവോഭവ എന്ന് പറയുന്ന അവസ്ഥ എന്തായി? ആ അവസ്ഥ മാറുകയാണ്, ചിത്രം മാറുകയാണ്. അയാൾ നിസ്സഹായതിനും അപമാനിതനുമായി ഇയാൾ ശില്പന്തികൾ അയക്കുന്ന ആളുകൾ മുഴുവൻ തന്നെ കണ്ണീരൊഴുക്കാൻ പോകുന്നേ ഉള്ളൂ. ഈ വരുന്ന ഒരു ചിത്രം വരും. അത് പ്രത്യേകിച്ച് സ്വപ്ന സുരേഷിന്റെ ഈ സാധനമൊക്കെ വരുന്നതോടെ എന്താ പറഞ്ഞാല് വളരെ 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 മോശമായ അവസ്ഥ വരും. നിങ്ങളിപ്പോ ഇതിനേക്കാൾ ഇതായിട്ട് ഒരു സംഭവം നമ്മളിപ്പോ ഡൽഹിയിൽ ഇന്നിപ്പോ കത്തിപ്പടരുന്ന CJP-യുടെ സമരം വരുന്നു. ഈ CJP-യുടെ സമരം വരുന്ന സന്ദർഭം ഏതാണെന്നുള്ളതാണ്. അത് VS അച്യുതാനന്ദന്റെ ഒന്നാമത്തെ ചരമദിനമായ ദിവസമാണ് ഡൽഹിയിൽ ഈ കലാപം നടക്കുന്നത്. കലാപം എന്നല്ല, ഈ പ്രക്ഷോഭം നടക്കുന്നത്. ഈ പ്രക്ഷോഭം നടക്കുന്ന സമയത്ത് ഇന്ത്യയിലെ ഇരു കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ വാസ്തവത്തിൽ എവിടെയാണുള്ളത്? CPM എവിടെ? CPI എവിടെയുണ്ട്? ഇല്ലല്ലോ, ചിത്രത്തിലില്ല. യഥാർത്ഥത്തിൽ ഈ പറയുന്ന കുട്ടികളുടെ നീറ്റ് പരീക്ഷയുമായി ബന്ധപ്പെട്ട 22 ലക്ഷത്തോളം കുട്ടികൾ പരീക്ഷ എഴുതി അവരുടെ കുടുംബങ്ങളുടെ വിഷയത്തെ ഏറ്റെടുത്തുകൊണ്ട് സമരത്തിന്റെ തീജ്വാലയെ ഒലിപ്പിക്കേണ്ടത് ആരായിരുന്നു? വാസ്തവത്തിൽ ഇന്ത്യയിലെ പ്രബലമായിരിക്കുന്ന ഇടതുപക്ഷ പാർട്ടികളാണ്, പ്രത്യേകിച്ച് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ് അല്ലെങ്കിൽ ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി. തീർച്ചയായിട്ടും ഇവർ രണ്ടുപേരും ചിത്രത്തിലേ ഇല്ല. ഈ ചിത്രത്തിലെ ഇല്ലാതിരിക്കുന്ന ഘട്ടത്തിലാണ് ഇന്ത്യയിലെ പാർലമെന്റിനകത്ത് ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ വീട്ടിലേക്ക് മാർച്ച് നടത്തി 3 മണിക്കൂർ നേരം സ്തബ്ധരാക്കി നിർത്തിയിരിക്കുന്ന ഒരു പ്രതിപക്ഷ നേതാവ് ഇന്ത്യയിൽ ഉണ്ടാവുന്നു, രാഹുൽ ഗാന്ധി. അയാൾ തെരുവിലൂടെ വലിച്ചിടക്കുന്നു. എവിടെയുണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടി? മാഡം, എവിടെയുണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടി? സാധാരണ നിലയിൽ ഇതിന്റെ മുന്നണി പോരാളിയായി നിൽക്കേണ്ടത് ആരാണ്? വാസ്തവത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ്. ഒരു കൊടി കണ്ടു അവിടെ? ഉണ്ടായില്ലല്ലോ. AKG ഇന്ത്യൻ പാർലമെന്റിൽ പ്രതിപക്ഷ നേതാവായിരുന്ന കാലയളവിൽ പോലും ഇത്തരം ഒരു പ്രക്ഷുബ്ധമായ സമരത്തിൽ AKGക്ക് പോലും നേതൃത്വം കൊടുക്കാനുള്ള രാഷ്ട്രീയ സാഹചര്യം ഉണ്ടായിരുന്നിട്ടില്ല. പക്ഷേ ഇത്രയും ഗൗരവമേറിയിരിക്കുന്ന രാഷ്ട്രീയ സാഹചര്യം ഉണ്ടായിട്ട് അത് ഹാർവസ്റ്റ് ചെയ്യാനോ അതിന്റെ പതാകവാഹകരാവാനോ അല്ലെങ്കിൽ അതിനെ ജ്വലിപ്പിക്കുന്നതിനുള്ള എണ്ണ പോരുന്നതിനുണ്ടാക്കുന്ന ഒരു മുന്നണി സംവിധാനം നിർമ്മിക്കാനോ കഴിയാത്ത വിധത്തിൽ നിസ്സഹായമായി പോയിരിക്കുന്ന ഒരു പാർട്ടി CPIM അല്ലെങ്കിൽ CPI നാണ് മാറ്റി നിർത്തുന്നത്, തൽക്കാലത്തേക്കാണ് മാറ്റി നിർത്തുന്നത് CPIM. ഇത് വരാനുള്ള കാരണം എന്താണ്? ഈ വിജയൻ എടുത്തിരിക്കുന്ന തലതിരിഞ്ഞ രാഷ്ട്രീയ നിലപാടിന്റെ ഭാഗമാണ്. കാരണം BJP RSS നിലപാട് അയാൾ എടുത്തു. ഈ എടുത്തതിന്റെ ഫലമായി നിങ്ങളുടെ സമരത്തിന്റെ കുന്തമുനയും നിങ്ങളുടെ രാഷ്ട്രീയ സ്വന്തം കുടുംബത്തിന്റെയും സ്വന്തം പ്രതിസന്ധിയെ മറികടക്കാനുള്ള കൂട്ടുകെട്ടുകളുടെയും ഭാഗമായി മാത്രം ചുരുങ്ങിയപ്പോൾ സംഭവിച്ചിരിക്കുന്ന ദുരന്തമാണ് ഈ സാധനം. ഇതിനെല്ലാം മറുപടി പറയേണ്ടത് ആരാണ്? മറുപടി പറയേണ്ടത് ഒറ്റ ആളേ ഉള്ളൂ. ഇയാൾ നിർമ്മിച്ചിരിക്കുന്ന സംഘടനയുമാണ്. ഇതാണ് ഇതിന്റെ ഏറ്റവും ഭീകരമായിരിക്കുന്ന യാഥാർത്ഥ്യമാണ് ഈ സാധനം.